Hi students, welcome to Ellen Academy. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ICR 2026-27 സെഷനിലേക്കുള്ള ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ രജിസ്റ്റർ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ആക്ച്വലി നമ്മൾ അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത്, അതായത് കുറച്ച് ദിവസം മുമ്പ് അല്ലെ. ഓക്കെ, അപ്പം നിങ്ങൾ ആ സമയത്ത് നിങ്ങളുടെ പ്ലസ് ടുയുടെ ഏതൊക്കെ സബ്ജക്റ്റ് ആണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്, അവിടെ എത്രയായിരുന്നു മാർക്ക് നിങ്ങൾക്ക് കിട്ടിയത് എന്നുള്ളതൊക്കെ കൊടുത്തു. അതോടൊപ്പം തന്നെ നമ്മുടെ CUET UG നമ്മൾ എഴുതിയിട്ടുള്ള സബ്ജക്ട് കോമ്പിനേഷനിലേക്ക് നിങ്ങൾക്ക് അവിടെ 3 ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അല്ലെ. ഓക്കെ, ആ 3 ചില ആളുകൾക്ക് 4 3 ലൈക്ക് 3 പറ്റുള്ളൂ. നിങ്ങൾ 4 എഴുതിയിട്ടുണ്ടെങ്കിൽ 4 നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഏറ്റവും ടോപ്പായിട്ട് മാർക്ക് കിട്ടിയത് വെച്ചിട്ടാണ് ചൂസ് ചെയ്തു. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടിയാണ്, നിങ്ങൾ PCMB പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ അതിൽ നിങ്ങളുടെ ബെസ്റ്റ് മാർക്ക് വരുന്നത് നിങ്ങൾക്ക് കെമിസ്ട്രിയിലും ഫിസിക്സിലും ബയോളജിയാണ്, അത് നിങ്ങൾ കൊടുത്തു. അങ്ങനെ നിങ്ങൾക്ക് 750 410 സപ്പോസ് പറയാൻ 410 മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ആപ്ലിക്കേഷൻ ലോഗിൻ അല്ലെ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ID കൊടുക്കുന്നു, പാസ്വേഡ് കൊടുക്കുന്നു, നിങ്ങൾക്ക് ICRന്റെ റാങ്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ആക്ച്വലി റാങ്ക് എന്ന് പറയുന്നത്. ആ റാങ്ക് ഇന്ന് രാവിലെയാണ് റിലീസ് ചെയ്തേക്കുന്നത്, ഇന്ന് 11 മണിക്ക് റിലീസ് ചെയ്തു. ഓക്കെ, ഇത് മാത്രമല്ല നമ്മൾ ഇനി ചെയ്യേണ്ട കുറച്ച് പണികൾ എന്ന് പറയുന്നത്, നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു കൗൺസിലിംഗിന്റെ ബാക്കി കണ്ടിന്യൂവേഷൻ കുറച്ച് പരിപാടികൾ ചെയ്യാനുണ്ട്. അതിൽ വരുന്നതാണ് ചോയ്സ് ഫില്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ICRന്റെ അണ്ടറിൽ 74 അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റീസ് വരുന്നുണ്ട്. അപ്പൊ കേരളത്തിൽ നോക്കാന്നുണ്ടെങ്കിൽ 3 യൂണിവേഴ്സിറ്റീസ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് പറ്റിയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ഏതാണ്, അതിലെ സബ്ജക്ട് ഏതാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം പ്രിഫറൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് കൊടുക്കാം. അതിൽ തന്നെ നമുക്ക് ഏതൊക്കെ സബ്ജക്ട് എടുക്കണം എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം അതാണ് ചോയ്സ് ഫില്ലിംഗ് അല്ലെങ്കിൽ നമ്മുടെ പ്രിഫറൻസ് കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പ്രിഫറൻസ് കൊടുക്കാം, അത് ലിമിറ്റഡ് അല്ല. ഓക്കെ, എനിക്ക് എത്രയും ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു ഒരു പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ NIRF റാങ്കിങ് എന്താണ്, അവിടെ എത്ര സീറ്റ് അവൈലബിൾ ആണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, മൈൻഡിൽ ഉണ്ടാവേണ്ടതുണ്ട്. സീറ്റ് മെട്രിക്സ്, അവിടുത്തെ ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണ്, ഏതൊക്കെ സബ്ജക്റ്റ് ആണ് അവിടെ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. സോ നിങ്ങൾ അതും കൂടെ ഒന്ന് കാണുക. ഓക്കെ, അപ്പം അതാണ് ചോയ്സ് ഫില്ലിംഗ് എന്ന് പറയുന്നത്. ഇനി ICR ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ നമ്മുടെ ഒരു ഗ്രൂപ്പ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ആ ഹെൽപ്പ് ഡെസ്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ പേയ്മെന്റ് എന്ന് പറയുന്നത് നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള 500 രൂപയാണ് അവർ ചോദിക്കുന്നത്. സോ ആ ഒരു പേയ്മെന്റ് നിങ്ങൾ നൽകേണ്ടതുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യുക എന്നുള്ള ഒരു പ്രൊസീജിയർ ആണ്. ഓക്കെ, അപ്പം ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു. നമുക്ക് 2 ദിവസമാണ് ടൈം ആക്ച്വലി അവർ തന്നിട്ടുള്ളത്. എക്സ്റ്റെൻഡ് ചെയ്യുമോ എന്നൊന്നും നമുക്കറിയില്ല. 28/7/2026 11 മണി, അത് രാത്രി 11:50 വരെയാണ് നമുക്ക് ഈ ഒരു ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാനും ചോയ്സ് ഫില്ലിങ്ങിനുള്ള ടൈം എന്ന് പറയുന്നത്. അപ്പൊ വൺസ് ഈ ഒരു ടൈം കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല, ചോയ്സ് പിന്നെ ചേഞ്ച് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ ഈ ഒരു ടൈമിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ ആ ഒരു കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അപ്പം അതിനുശേഷം നിങ്ങളുടെ ചോയ്സ് ലോക്ക്ഡ് ആയിരിക്കും. ഓക്കെ, ഇനി മറ്റൊരു കാര്യം നിങ്ങളായിട്ട് പറയാനുള്ളത്, അവരുടെ നോട്ടിഫിക്കേഷൻ ബ്രൗഷർ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ ജസ്റ്റ് നോക്കാൻ പോവാണ്. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇപ്പം ഐക്കർ UG ഓൺലൈൻ കൗൺസിലിംഗ് ബ്രൗഷറിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ച് അവർ പറയുന്നുണ്ട്. നിങ്ങൾ മറ്റൊരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ വേണ്ടത്, ആക്ച്വലി ഇതൊരു 4 റൗണ്ട് പ്രൊസീജിയർ ആണ്. അതായത് 4 റൗണ്ട് കൗൺസിലിംഗ് നടക്കുന്നത്. ആഫ്റ്റർ ദാറ്റ് ഒരു മോക്ക് റൗണ്ട് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്തില് ഈ തേർഡ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ഗ്രേഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അതായത് നിങ്ങൾ ഇപ്പം ഓൾറെഡി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു നിങ്ങൾ ഉദ്ദേശിച്ചുള്ള ഒരു യൂണിവേഴ്സിറ്റിയും അതോടൊപ്പം തന്നെ ആ സബ്ജക്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓക്കെ, കൺഗ്രാറ്റുലേഷൻ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൈസ് ചെയ്യാനായിട്ട് പറ്റും. പ്രൈസിങ് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇനി അതല്ല നിങ്ങൾക്ക് കുറച്ചുകൂടെ ഹയർ ഓപ്ഷൻസിലുള്ള ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലേക്ക് അപ്ഗ്രേഡ് എന്നൊരു ഓപ്ഷൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു ഫീസ് അടയ്ക്കണം എന്നൊക്കെ അവർ പറയുന്നുണ്ട്. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഇൻസ്ട്രക്ഷനിൽ ആക്ച്വലി അവർ പറയുന്നത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം, അതായത് CUET എക്സാം എഴുതിയിരിക്കണം എന്നുള്ളത്. അതോടൊപ്പം തന്നെ ICRൽ ആക്ച്വലി ICRന്റെ അണ്ടറിൽ വരുന്നത് 74ഓളം യൂണിവേഴ്സിറ്റീസ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ യൂണിവേഴ്സിറ്റീസിന്റെ ക്യാമ്പസുകൾ അല്ലെങ്കിൽ കോളേജസ് വരുന്നത് പല സ്ഥലങ്ങളായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അവിടേക്കുള്ള പിന്നെ ഒരു സെലക്ഷൻ പ്രൊസീജിയർ ആക്ച്വലി നിങ്ങൾ കൊടുത്തുള്ള സബ്ജക്റ്റിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കിട്ടിയുള്ള മെറിറ്റ്, ഓക്കെ, എത്ര മാർക്ക്, കാറ്റഗറി, ഇതിന്റെയൊക്കെ നിങ്ങൾ കൊടുത്ത ചോയ്സ് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് നിങ്ങളുടെ എലിജിബിലിറ്റി. ഇപ്പൊ നിങ്ങൾ ഈ ഒരു PDF ഡൗൺലോഡ് ചെയ്ത് വായിക്കുന്ന സമയത്ത്
കുറേ സ്ഥലങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ എലിജിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഓൾറെഡി നമ്മുടെ CUT എഴുതുക എന്നുള്ളത് മാത്രമല്ല അവിടുത്തെ എലിജിബിലിറ്റി എന്ന് പറയുന്നത്. പകരം നിങ്ങൾ +2 ആ സബ്ജക്ട് പഠിച്ചിരിക്കണം, നിങ്ങൾ എഴുതിയിട്ടുള്ള CUT പേപ്പറിൽ തന്നെയുള്ള സബ്ജക്ട് പഠിച്ചിരിക്കണം എന്ന് അവർ പറയുന്നുണ്ട്. പിന്നെ അതിൽ തന്നെ നിങ്ങളോട് പെർട്ടിക്കുലർ ആയിട്ട് പറയുന്ന മറ്റൊരു കാര്യം, ഇപ്പം ഓരോ സബ്ജക്ട് ഓരോ യൂണിവേഴ്സിറ്റിക്ക് അനുസരിച്ച് അവിടുത്തെ ഏജ് ലിമിറ്റ് ഡിഫറൻസ് വരുന്നുണ്ട്. ഇപ്പം 60% മാർക്ക് +2 മതിയാവും എന്ന് ചിലർ പറയുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ 45% മതി എന്നാണ് പറയുന്നത്. എന്നാൽ അതേപോലെ നിങ്ങൾ ഇപ്പൊ കോമ്പിനേഷനിൽ ഇപ്പം അഗ്രികൾച്ചറും കൂടെ പഠിക്കണം എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത കാര്യങ്ങളാണ്. സോ അത് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് പോയിട്ട് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു എലിജിബിലിറ്റി ഇനിയും ഡൗട്ട് ഉള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, അത് കാണുക. ഓക്കെ, അപ്പം എലിജിബിലിറ്റി നിങ്ങൾ ഫുൾഫിൽ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഫുൾഫിൽ ചെയ്ത ആളുകൾക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. സോ നമ്മൾ എന്ത് ചെയ്യാണ്, ബാക്കി കാര്യങ്ങളിലേക്ക് പോവാണ്. അപ്പം ഇവിടെ ബ്ലാക്ക് മാർക്ക് ചെയ്ത് ബോൾഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയാന്നുണ്ടെങ്കിൽ, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ BSc കോമേഴ്സ് കമ്മ്യൂണിറ്റി സയൻസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ആണ് നോക്കുന്നതെങ്കിൽ അവിടെ ഫീമെയിൽസിന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ ബോയ്സ് ആരും അങ്ങോട്ട് പോകണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആഫ്റ്റർ ദാറ്റ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പ്രിന്റ്, പ്രൊഫഷണൽ അലോട്ട്മെന്റ്, ഇങ്ങനത്തെ ലെറ്റേഴ്സ്, അഡ്മിഷൻ ലെറ്റർ ഒക്കെ വന്നു കഴിഞ്ഞാൽ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ചോയ്സ് ഫില്ലിംഗ് പോലും ചോയ്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതൊന്ന് പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കാന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഓക്കെ, മോപ്പപ്പ് റൗണ്ടിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആക്ച്വലി മോപ്പപ്പ് റൗണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം 4 റൗണ്ട് കഴിഞ്ഞിട്ട് വരുന്നതാണ് മോപ്പപ്പ് റൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ 4 റൗണ്ടിൽ കിട്ടാത്ത കുട്ടികൾക്ക് മോപ്പപ്പ് റൗണ്ടിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഇനി ഈ 4 റൗണ്ടിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, എവിടെയെങ്കിലും എന്തെങ്കിലും മിസ്സായി പോയി, ലൈക്ക് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ മിസ്സായി പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു നോട്ടിഫിക്കേഷൻ വന്ന് ഞാൻ അറിഞ്ഞില്ല, ഇങ്ങനത്തെ കണ്ടീഷനിൽ ആളുകൾക്ക് മോപ്പപ്പ് റൗണ്ടിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഇനി ഇതല്ല, ഓൾറെഡി തീരും രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾ ഉണ്ടാവും അല്ലെ, തീരും ഞാൻ അറിഞ്ഞിട്ടില്ല, ഓക്കെ എന്റെ ഫ്രണ്ടിനെ അവിടെ കിട്ടിയപ്പോൾ ഞാൻ അറിഞ്ഞു, അങ്ങനത്തെ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 500 രൂപ കൊടുത്തിട്ട് ഈ ഒരു മോപ്പപ്പ് റൗണ്ടിൽ ഭാഗമാവാനായിട്ട് പറ്റുമെന്ന് അവർ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നത്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഇനി ഇതല്ലാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ലൈക്ക് നമ്മൾ ഓൺലൈൻ ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതിന്റെ ഒരു പ്രൊസീജിയർ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം, ഇവിടെ ടൈ വരുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് കൺസിഡർ ചെയ്യാന്നൊക്കെ പറയുന്നത്, അത് നമ്മൾ നോക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പം നിങ്ങൾ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് അവിടുത്തെ വേറൊരു സബ്ജക്റ്റ് ആയിരുന്നു എനിക്ക് ഇഷ്ടം, ലൈക്ക് എനിക്ക് അവിടുത്തെ ഹോർട്ടിക്കൾച്ചർ ആണ് ഇഷ്ടം എന്ന് പറഞ്ഞ് അങ്ങനെ മൂവ് ചെയ്യാനായിട്ട് പറ്റില്ല, യൂണിവേഴ്സിറ്റി മാറ്റാനും പറ്റില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഓക്കെ, അവിടെ ജോയിൻ ചെയ്തതിന് ശേഷമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, അതൊക്കെ നിങ്ങൾ ഡിക്ലറേഷന്റെ സമയത്ത് അവർ ഇങ്ങനെ പോയിന്റ് ഇട്ടിട്ട് വായിച്ചിട്ട് നിങ്ങൾ കൺഫേം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. ഇനി നമ്മൾ എലിജിബിലിറ്റി കാര്യങ്ങളെ കുറിച്ച് ചെക്ക് ചെയ്തു, നമ്മൾ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ മൂവ് ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് ആണ്. ഓക്കെ, എന്തൊക്കെ അപ്ലോഡ് ചെയ്യണം എന്നുള്ളത് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് അത് ഇമേജ് ഫോർമാറ്റ് ആണ്, JPEG ഫയൽസിലായിരിക്കണം വേണ്ടത്. ഓക്കെ, അപ്പം ഓൺലൈനിൽ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കാൻ വേണ്ടി നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം. പിന്നെ മാർക്ക് ഷീറ്റ് ഓഫ് 10th ആൻഡ് +2 അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് അല്ലെ, അഡ്മിറ്റ് കാർഡ്, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആ ഒരു കൺഫർമേഷൻ പേജ്, നമുക്ക് ഓൺലൈനിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു CUTക്ക്, ആ സമയത്ത് വന്ന കൺഫർമേഷൻ പേജിന്റെ ആ ഒരു പിന്നെ അത് അപ്ലോഡ് ചെയ്യാൻ അവർ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ റാങ്ക് കാർഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൾറെഡി നമ്മുടെ ഡാഷ്ബോർഡിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, അത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി അവർ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഫോട്ടോ അത് കളർ ഉള്ള ഒരു ഫോട്ടോ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നു. പിന്നെ നമ്മുടെ ആധാർ കാർഡ് അല്ലെങ്കിൽ ഇനി ഗവൺമെന്റ് വാലിഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ID, പാസ്പോർട്ട് അതിന്റെ കോപ്പി ആവാം, റേഷൻ കാർഡ് അല്ലെങ്കിൽ ബാങ്ക് പാസ്ബുക്കോ ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ഡൊമസിയൽ സർട്ടിഫിക്കറ്റ്, ആക്ച്വലി ഡൊമസിയൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കേരളത്തിൽ നിന്നാണ് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് കുട്ടികൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അപ്ലൈ ചെയ്യുന്നുണ്ട്, പക്ഷെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന് ഒരു യൂണിവേഴ്സിറ്റിയിൽ ഇപ്പൊ ഇത്ര പെർസെന്റേജ് മാത്രമേ കേരളത്തിലുള്ള കുട്ടികളെ അവർ അലോക്കേറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തായിരിക്കും, ടോപ്പ് മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് മാത്രമേ അവിടേക്ക് വരാനായിട്ട് പറ്റുള്ളൂ. ഇതൊരു ഡൈവേഴ്സിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആക്ച്വലി ചെയ്യുന്ന ഒരു കാര്യം കൂടെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഡൊമസിയൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് ചെയ്യാം, ഇവിടെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അത്രയാണ് പറയുന്നുണ്ട്. പിന്നെ CC ആണ് വേണ്ടത്. അതോടൊപ്പം ഒരു കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത്
കൊടുക്കാം. OBC/NCL അല്ലെങ്കിൽ EWS കാറ്റഗറി ഒക്കെ അവർ പറയുന്നുണ്ട് അത് സെൻട്രൽ പർപ്പസ് എന്നുള്ള രീതിയിലായിരിക്കണം വാങ്ങേണ്ടത് എന്നുള്ളത്. പിന്നെ നിങ്ങൾ ഒരു PWD കാറ്റഗറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആ ഒരു പെർട്ടിക്കുലർ പറയുന്ന മെഡിക്കൽ ഓഫീസർ ആയിരിക്കണം അത് എന്ത് ചെയ്യേണ്ടത് ഇഷ്യൂ ചെയ്ത് തരേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ ആ ഡോക്യുമെന്റ്സ് ഒക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്തു. അപ്പൊ ഈ കാര്യങ്ങൾ ഈ ഡോക്യുമെന്റ് പ്ലസ് കുറച്ച് അധികം ഡോക്യുമെന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നിങ്ങൾ ഫിസിക്കൽ റിപ്പോർട്ടിംഗ് ടൈമിൽ ആ ഒരു പെർട്ടിക്കുലർ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ അവിടെ പോയി നിങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു, നമ്മൾ അവിടെ കറക്റ്റ് അല്ലെ. ഇനി അടുത്തൊരു പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ ഓൺലൈൻ കൗൺസിലിംഗ് പ്രോസസ്സിന്റെ ഭാഗമാവുകയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫീസ് ആയിട്ടുള്ള 500 രൂപ നമ്മൾ കൊടുത്തു. 500 രൂപയാണ് അവിടെ ഫീസ് വരുന്നത്. ആ 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇവിടെ നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ UPI ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഇത് കൊടുത്തു കഴിഞ്ഞാലേ നമ്മളെ പ്രോസസ്സിലേക്ക് ഈ ഒരു ഭാഗമായിട്ട് നമ്മൾ പരിഗണിക്കുള്ളൂ. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ചോയ്സ് ഫില്ലിംഗ് ആണ്. ചോയ്സ് ഫില്ലിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര യൂണിവേഴ്സിറ്റീസ് വേണമെങ്കിലും എത്ര സബ്ജക്ട് വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ പറ്റും. ദ മാക്സിമം നമ്പർ ഓഫ് ചൂസ് എന്നാണ് അവർ പറഞ്ഞത്. അത്ര വേണമെങ്കിലും ചൂസ് ചെയ്യാനായിട്ട് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ആദ്യത്തെ ഒരു 10-12 എണ്ണം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങൾ വിചാരിച്ച കുറച്ച് സ്ഥലങ്ങൾ മാത്രം നോക്കിയിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ബാക്കിയുള്ളത് ഇങ്ങനെ അങ്ങ് കൊടുത്തിടാം. ഓക്കെ, അവിടുത്തെ ഫീസും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ കാര്യങ്ങളും കൂടെ വരുന്നുണ്ട്. ഇതിന് ശേഷം നമ്മുടെ ചോയ്സ് ഫില്ലിംഗ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, മറ്റു കാര്യങ്ങളിലേക്ക് കടക്കണം. നമ്മുടെ അപ്ലോഡ് ആക്ച്വലി ഇവിടെ വരുന്നുണ്ട്. പിന്നെ അതിന് ശേഷം നമുക്ക് വരുന്നത് ഓൺലൈൻ വെരിഫിക്കേഷൻ ആണ്. അപ്പൊ ഈ ഒരു ഓൺലൈൻ വെരിഫിക്കേഷൻ ആക്ച്വലി ഓരോ യൂണിവേഴ്സിറ്റീസിന്റെയും വെരിഫൈങ് ഓഫീസർ ആയിരിക്കും നടത്തുന്നുണ്ടാവുക. ഇതിന് ശേഷമാണ് ആക്ച്വലി നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, അവിടെ ഒരു ഡെപ്പോസിറ്റ് നൽകണം. ലൈക്ക് സീറ്റ് അക്സെപ്റ്റൻസ് ഫീസ് എന്നാണ് പറയുക. നിങ്ങൾ കിട്ടി, ഓക്കെ എനിക്കിത് മതി, അല്ലെങ്കിൽ ഞാൻ അപ്ഗ്രേഡ് ചെയ്യുന്നു. അപ്പൊ ഈ രണ്ട് കണ്ടീഷനുള്ള ആളുകളും ചെയ്യേണ്ടത് നിങ്ങളുടെ സീറ്റ് അക്സെപ്റ്റൻസ് ഫീസ് എന്ന് പറയുന്നത് അത് 10,000 രൂപയാണ്. അതിപ്പോ കാറ്റഗറി വൈസ് ഡിഫറെന്റ് ഉള്ള ആളുകൾ ഉണ്ടാവും അല്ലെ, പക്ഷെ അവരും ഈ ഒരു ഫീസ് അടയ്ക്കണം. സബ്ജക്ട് വൈസ് ഡിഫറൻസ് ഉള്ള ആളുകളും ഈ ഒരു സെയിം എമൗണ്ട് ആണ് അടയ്ക്കേണ്ടത്. ഓക്കെ, അപ്പം ഇതാണ് ആക്ച്വലി അതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പം ഇനി നിങ്ങൾ ഫീസ് എന്ത് ചെയ്യണം, ബാക്കി സെമസ്റ്റർ ഫീസിലേക്ക് ഈ ഒരു എമൗണ്ട് ചില യൂണിവേഴ്സിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്, അത് അവർ റിഡ്യൂസ് ചെയ്തിട്ട് എടുക്കും, അല്ലെങ്കിൽ അതിനെ ബാക്കിയായിട്ട് നിങ്ങൾ അടിച്ചാൽ മതി എന്നുള്ള കണ്ടീഷനാണ് ആക്ച്വലി വരുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത് പോകുന്ന സമയത്ത് പിന്നെ അടുത്തൊരു സ്ഥലം കിട്ടുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, അവിടുത്തെ സീറ്റ് അക്സെപ്റ്റൻസ് ഫീസ് അടയ്ക്കേണ്ടതില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതൊക്കെ വൺസ് ഈ ഒരു സീറ്റ് അക്സെപ്റ്റൻസ് ഫീസ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കയ്യിലേക്ക് വരുന്നത് നിങ്ങളുടെ അഡ്മിഷൻ ലെറ്റർ ആയിരിക്കും. ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ളതാണ്. അപ്പൊ അത് വെച്ചിട്ടാണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ പോകുന്ന സമയത്ത് ഈ ഒരു അഡ്മിഷൻ ലെറ്ററും കൂടെ നമ്മുടെ കയ്യിൽ കൊണ്ടുപോകണം. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് മെയിൻലി പറയാനുള്ളത്. അപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ എപ്പോഴും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൂടെ ഉണ്ടാവണം എന്നുള്ളത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവുക. ഈ മോപ്പപ്പ് റൗണ്ടിൽ കിട്ടിയ ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ പോകാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇപ്പം ആ ഒരു ഫിസിക്കൽ വെരിഫിക്കേഷന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം ആക്ച്വലി അതാണ് ഞാൻ പറയാൻ വന്നിട്ടുള്ളത്, നിങ്ങൾക്ക് റീഫണ്ട്. ഓക്കെ, റീഫണ്ട് കിട്ടുക എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ 4th റൗണ്ട് കഴിഞ്ഞിട്ടില്ല, അതിന് മുൻപായിട്ടാണ് റീഫണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഡിഡക്ഷൻ എന്ന് പറയുന്നത് 1000 രൂപ മാത്രമായിരിക്കും. ഇനി അതല്ല, അത് 4th റൗണ്ട് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു സീറ്റ് അക്സെപ്റ്റൻസ് ഫീസും കൂടെ അവർ റെഡ്യൂസ് ചെയ്തിട്ടുണ്ടാകും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ഈ ഒരു പ്രൊസീജിയർ ആക്ച്വലി നമ്മുടെ ഈ കംപ്ലീറ്റ് അഡ്മിഷൻ പ്രൊസീജിയർ കഴിഞ്ഞിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക എന്നാണ് പറയുന്നത്. ടൈം മെൻഷൻ ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് മെയിൻലി ആ ഒരു കൗൺസിലിംഗ് റിലേറ്റഡുള്ള കാര്യങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി ഈ ഒരു PDF-ന്റെ താഴെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ലിസ്റ്റ് ഓഫ് യൂണിവേഴ്സിറ്റീസ് അലോങ് വിത്ത് ദ കോൺടാക്ട് ഡീറ്റെയിൽസ് ഓഫ് രജിസ്ട്രാർസ് ഫോർ സീക്കിംഗ് അഡ്മിഷൻ ഓഫ് ആ ഒരു പെർട്ടിക്കുലർ ബാച്ചിലർ ഡിഗ്രി പ്രോഗ്രാം എന്നുള്ളത്. അതായത് ഏതൊക്കെ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഇവിടെ പോകാൻ ഉദ്ദേശിക്കുന്നു, അവിടേക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഇനി ഇമെയിൽ ആണെന്നുണ്ടെങ്കിൽ അതും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ കാര്യങ്ങൾ നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി. അതല്ലാതെ മറ്റൊരു കാര്യം കൂടെ അവർ കൊടുത്തത്, നിങ്ങൾക്ക് ഓരോ സബ്ജക്ട് ഇപ്പം BSc അഗ്രികൾച്ചർ ഹോണേഴ്സ് പ്രോഗ്രാമിന് വേണ്ടി പോകുന്ന ആളുകൾ ഓരോ യൂണിവേഴ്സിറ്റി അതിൽ വേണ്ട എലിജിബിലിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ എത്രയാണ് സീറ്റ് മെട്രിക്സ്, ഓരോ റിസർവേഷൻ അല്ലെങ്കിൽ ഏത് കാറ്റഗറി ആണോ അതിനനുസരിച്ച് എത്രയാണ് സീറ്റ് എന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. അപ്പം അതും ജസ്റ്റ് എന്ത് ചെയ്താൽ
ജസ്റ്റ് നോക്കി പോവാം. ഇപ്പൊ ഹോർട്ടിക്കൾച്ചർ ആണെങ്കിൽ ഇങ്ങനെയാണ് സീറ്റിൽ വന്നിട്ടുള്ളത്. ഇതേപോലെ ABC കോമ്പിനേഷൻ അഗ്രികൾച്ചർ ബയോളജി കെമിസ്ട്രി എഴുതിയിരിക്കണം, അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി അഗ്രികൾച്ചർ ആയിരിക്കണം, അല്ലെങ്കിൽ PCB ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ആയിരിക്കണം എഴുതേണ്ടത്. ആസാം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യാൻ എന്നവർ പറയുന്നുണ്ട്. സോ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഒന്ന് നോക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പം ബേസിക് ആയിട്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം, നിങ്ങൾക്ക് ഇതിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നത്, വൺസ് ഈ ഒരു സബ്ജക്ട് കിട്ടി അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുന്നത് ഇമെയിൽ ത്രൂ അല്ലെങ്കിൽ മൊബൈൽ SMS ത്രൂ ആയിരിക്കും. അപ്പൊ നിങ്ങൾ അത് ഒന്ന് ചെക്ക് ചെയ്യുക. ഇനി അതിലെന്തെങ്കിലും ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല. പകരം നിങ്ങൾ എന്ത് ചെയ്യണം, ICRന്റെ വെബ്സൈറ്റിൽ വന്നിട്ട് നിങ്ങൾ ഒന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പം അത്രയുമാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാനായിട്ട് പറ്റും. സോ അത്രയും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.